ലോകത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പവറായ അമേരിക്ക ഇപ്പോൾ പുതിയ ടെറിട്ടറികൾ അക്വയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് കേട്ടാൽ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ? 2024 തെരഞ്ഞെടുപ്പ് ജയിച്ച് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ രണ്ടാം വരവ് വന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളി പഴയതുപോലെ ഒരുപാട് കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ മേക്ക് ചെയ്യുന്നുണ്ട്. പനാമ കനാൽ നമുക്ക് തിരിച്ചെടുക്കാം, കാനഡയെ 51ാമത്തെ സ്റ്റേറ്റ് ആക്കി മാറ്റാം, ഗ്രീൻലാൻഡ് വാങ്ങിക്കാമെന്നൊക്കെയാണ് പുള്ളി പറയേണ്ടത്. ഇതൊക്കെ കേൾക്കുമ്പോൾ പലർക്കും തോന്നാറുള്ളൊരു കാര്യം ഇതൊക്കെ മീഡിയ അറ്റൻഷൻ കിട്ടാനുള്ള ട്രംപിൻ്റെ പതിവ് സ്റ്റേറ്റ്മെൻറ്റുകളല്ലേ എന്നുള്ളതാണ്. പക്ഷേ ആഴത്തിൽ നോക്കിയാൽ ഇതിന് പിൻപിൽ ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ലോകം അതിവേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്ലൈമറ്റ് ചേഞ്ച് കാരണം ആർട്ടിക് റീജിയനിലെ മഞ്ഞൊക്കെ ഉരുകിയിട്ട് അവിടെ കൂടുതൽ ആക്സസിബിൾ ആവുന്നുണ്ട്. ചൈന അവരുടെ ഗ്ലോബൽ ഇൻഫ്ലുവൻസ് ഇപ്പോൾ നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. റെയർ എർത്ത് മിനറൽസിൻ്റെ കൺട്രോൾ വഴി ലോകത്തിൻ്റെ ഒരു ടെക്നോളജിക്കൽ സുപ്പീരിയറിറ്റി നേടാനുള്ള റേസ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ട്രംപിൻ്റെ ടെറിട്ടോറിയൽ അംബിഷൻസിനെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. ഈ വീഡിയോയിൽ നമ്മൾ ഓരോ എക്സ്പാൻഷൻ പ്ലാനിനും പിറകിലുള്ള റിയൽ റീസൺസ് എന്താണ് എന്നുള്ളത് ഡീപ്പായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. പനാമ കനാൽ എന്തുകൊണ്ട് ഇപ്പോൾ പ്രസക്തമാകുന്നു? കാനഡയെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് പിന്നിൽ യഥാർത്ഥ റീസൺ എന്താണ്? ഗ്രീൻലാൻഡിലെ മിനറൽ വെൽത്ത് എന്തുകൊണ്ട് സ്ട്രാറ്റജിക്കാണ്? ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ഇലോൺ മസ്കിനെ പോലെയുള്ള ടെക് ഓണ്ടർപ്രണേഴ്സ് എങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ മാറ്റേഴ്സിലൊക്കെ ഇടപെടുന്നത്? ഏറ്റവും പ്രധാനമായി ഈ എക്സ്പാൻഷൻ പ്ലാനുകൾ ഇന്ത്യ പോലെയുള്ള എമേർജിംഗ് രാജ്യങ്ങളെ എങ്ങനെ അഫക്റ്റ് ചെയ്യും? ഫ്യൂച്ചറിലെ ഗ്ലോബൽ പവർ ഡൈനാമിക്സ് എങ്ങനെയായിരിക്കും? ഈ റിസോഴ്സ് വാറുകളുടെ കാലത്ത് ടെറിട്ടോറിയൽ കൺട്രോളിൻ്റെ മീനിങ് എന്താണ്? ഇതൊക്കെ അമേരിക്ക വീണ്ടും ഒരു എക്സ്പാൻഷനിസം സ്ട്രാറ്റജികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ലോകം എങ്ങനെ റെസ്പോണ്ട് ചെയ്യും? ഇങ്ങനെ ഒരുപാട് കോംപ്ലക്സിറ്റികളുള്ള ടോപ്പിക്കാണിത്. അപ്പോൾ ഈ കോംപ്ലക്സിറ്റികളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഓരോന്നായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് തന്നെ നോക്കാം. നമുക്ക് ചരിത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അമേരിക്കയ്ക്ക് ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ്റെ കാര്യത്തിൽ വലിയ ചരിത്രം തന്നെയുണ്ട്. 1803 ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്ന് അവർ ലൂസിയാന പർച്ചേസ് ചെയ്തതാണ്. 1867 റഷ്യയിൽ നിന്ന് അലാസ്കയും അവർ വാങ്ങി. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഹവായി അനക്സ് ചെയ്തു. ഇതിനൊക്കെ പുറമെയാണ് പനാമ കനാൽ കൺസ്ട്രക്ട് ചെയ്തിട്ട് 1999 വരെ അവർ കൺട്രോൾ ചെയ്തത്. ഇപ്പോഴും ഈ കാര്യങ്ങളൊക്കെ റെലവൻ്റ് ആകുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ ചില അമേരിക്കക്കാർക്ക് ഇതെല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് അമേരിക്കയുടെ ഒരു സുവർണ്ണ കാലഘട്ടത്തെയാണ്. അവരുടെ ദേശ താല്പര്യങ്ങൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോഗ്രഫിയും കൊമേഴ്സും ഒക്കെ മൊത്തത്തിൽ റീഷേപ്പ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം അവർക്കുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷനിലേക്ക് വരാം. ലോകം ഒരുപാട് വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ മാനുഫാക്ചറിങ് ഹബ്ബ് എന്ന നിലയിൽ ചൈന ഒരുപാട് വളർന്നിട്ടുണ്ട്. അതുവഴി ലഭിക്കുന്ന ക്യാപിറ്റൽ കൊണ്ട് ലോകവ്യാപകമായിട്ട് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിൽ അവർ പണം നിക്ഷേപിക്കുന്നുണ്ട്. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് മൂലം ആർട്ടിക്കിൽ മഞ്ഞുരുകുന്നു. ഇത് ഗ്രീൻലാൻഡിനെ കൂടുതൽ ആക്സസിബിൾ ആക്കുന്നുണ്ട്. അവിടെയാണെങ്കിൽ മോഡേൺ ഡിഫൻസ് ടെക്കിനും അതുപോലെ തന്നെ സ്പേസ് എക്സ് പോലെയുള്ള കമ്പനികൾക്കൊക്കെ വേണ്ടുന്ന ഒരുപാട് റെയർ എർത്ത് മിനറൽസ് ഒക്കെ ഡിസ്കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അതേസമയം അമേരിക്കയുമായിട്ട് ഏറ്റവും വലിയ ബോർഡർ പങ്കുവയ്ക്കുന്ന അൺഡിഫൻഡഡ് ബോർഡർ പങ്കുവയ്ക്കുന്ന കാനഡയുമായിട്ട് അവർക്ക് ഒരുപാട് ഇമിഗ്രേഷൻ ട്രേഡ് ഡിസ്പ്യൂട്ടുകളൊക്കെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അമേരിക്ക ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫേമസ് ആയിട്ടുള്ള ട്രംപ് സ്റ്റെപ്പിൻ ചെയ്തിട്ട് പറയുന്നത് കാനഡയെ 51ാമത്തെ സ്റ്റേറ്റ് ആക്കും, ഗ്രീൻലാൻഡിനെ എന്തുകൊണ്ട് വാങ്ങിക്കൂടാ, പനാമ കനാൽ നമ്മൾ ഓവർ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചെടുക്കാമെന്നൊക്കെ. I called him Governor Trudeau because they should be the 51st state, really. It would make a great state and the people of Canada like it. ഈ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ തമാശയായാലും സീരിയസ് ആയാലും പഴയ അമേരിക്കൻ എക്സ്പാൻഷനിസത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ തൊട്ട് തലോടി പോകുന്നത് നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ ഇതൊരു ടെറിട്ടോറിയൽ അംബിഷൻസിൻ്റെ പ്രശ്നം മാത്രമായിട്ട് നമ്മൾ കാണരുത്. ഇന്നത്തെ കാലത്ത് ഗ്ലോബൽ പവറിനെ ബാലൻസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെ റീഷേപ്പ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി കൂടിയായിട്ട് വേണം നമുക്കിതിനെ കാണാൻ. ചൈനയുടെ വളർന്നു വരുന്ന ഇൻഫ്ലുവൻസിനെ കൗണ്ടർ ചെയ്യണം, ഗ്ലോബൽ ട്രേഡ് റൂട്ട്സിൻ്റെ മേലുള്ള അവരുടെ ഇൻഫ്ലുവൻസിനെ ഉറപ്പിക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഗ്രാൻഡ് പ്ലാൻ അല്ലേ ഇതൊക്കെ എന്നുള്ളതാണ് നമുക്കിതിലുള്ള പ്രധാന ചോദ്യം. അപ്പോൾ എന്തുകൊണ്ട് ട്രംപ് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്നു എന്നുള്ളത് നമുക്ക് അടുത്തതായിട്ട് അനലൈസ് ചെയ്യാം. ആദ്യമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു പൊളിറ്റിക്കൽ തിയേറ്ററാണ്. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതിൽ ട്രംപ് ഒരു എക്സ്പേർട്ടാണ്, ഇലോൺ മസ്കിനെയൊക്കെ പോലെ. പനാമ കനാൽ തിരികെ ഡിമാൻഡ് ചെയ്യുന്നത് പോലുള്ള ഒഡാഷ്യസ് ആയിട്ടുള്ള ഐഡിയകൾ പുറത്തേക്ക് വിടുമ്പോൾ അത് ഇൻസ്റ്റൻ്റ്ലി ഒരു ഫ്രണ്ട് പേജ് ന്യൂസായിട്ട് മാറും. മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നായിരുന്നല്ലോ മൂപ്പരുടെ ഇലക്ഷൻ മുദ്രാവാക്യം. അമേരിക്ക എല്ലാവരെയും കൈ അയച്ചിങ്ങനെ സഹായിക്കുകയാണ്. ഗ്ലോബൽ കോമ്പറ്റേറ്റേഴ്സിന് മുൻപിൽ അതുകൊണ്ട് തന്നെ അമേരിക്ക ഓവർഷാഡോ ചെയ്യപ്പെട്ടു എന്നൊക്കെയുള്ളൊരു ഫീൽ ചെയ്യിപ്പിച്ചിട്ട് വോട്ടർ ബേസിനെ മൂപ്പർ ഇങ്ങനെ എനർജൈസ് ചെയ്തിട്ട് ഇങ്ങനെ നിർത്തുന്നുണ്ട്. ഇതൊരു സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ്. വലിയ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ നരേറ്റീവിനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇതൊരു പുള്ളിയുടെ ഒന്നാമത്തെ അജണ്ടയാണ്.
രണ്ടാമതായിട്ട് ചൈനയുമായിട്ടുള്ള ഒരു ജിയോ സ്ട്രാറ്റജിക് ആയിട്ടുള്ള റൈവൽറി ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക, ആർട്ടിക് എന്നിവിടങ്ങളിലൊക്കെ ബെയ്ജിങ് ഹെവിലി ഇൻവെസ്റ്റ് ചെയ്യുന്നത് അമേരിക്ക കാണുന്നുണ്ട്. ഇവൻ ഇന്ത്യക്ക് ചുറ്റും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും പാകിസ്ഥാനിലൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചൈന പനാമ കനാലിന് അടുത്ത് കൂടുതൽ ഏരിയ നേടുകയോ ഗ്രീൻലാൻഡിലെ റിസോഴ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്താൽ ഈ ക്രിട്ടിക്കൽ ഷിപ്പിംഗ് റൂട്ടിന് മേലുള്ള അമേരിക്കയുടെ അധികാരവും മിനറൽ സപ്ലൈസിന് മേലുള്ള അവരുടെ സ്വാധീനമൊക്കെ അമേരിക്കക്ക് കൈവിടേണ്ടി വരും. ഈ കോണ്ടെക്സ്റ്റിൽ വിൽ ടേക്ക് ബാക്ക് ദ കനാൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഗ്രീൻലാൻഡ് വേണം എന്നീ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഈ ചൈനീസ് എൻക്രോച്ച്മെൻറ്റിനെ കൗണ്ടർ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ പേടിപ്പിക്കാനോ ഉള്ള ഒരു അറ്റംപ്റ്റ് ആയിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലാതെ നേരിട്ട് ഗ്രീൻലാൻഡിൻ്റെ ഓട്ടോണമി കളഞ്ഞിട്ട് അത് ഏറ്റെടുക്കുക എന്നുള്ളതായിരിക്കില്ല, പക്ഷേ ഒരു ഡിസ്കഷന് വേണ്ടുന്ന സ്പേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ഇതിനൊരു ഡൊമസ്റ്റിക് പോളിസി ആംഗിൾ കൂടിയുണ്ട്. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ വലിയ താരിഫ് ഏർപ്പെടുത്തുമെന്ന് ത്രട്ടൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ട്രൂഡോക്കെതിരെയാണ്. പിന്നെ ട്രൂഡോനെ മസ്കും ട്രംപും ഒക്കെ ചേർന്നിട്ട് കളിയാക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് വഴി ട്രേഡ് നെഗോഷിയേഷൻസിൽ കാനഡയെ കൺസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രഷർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ പ്രഷർ ചെയ്തിട്ട് ട്രൂഡോ എന്തായാലും ഇപ്പോൾ രാജിവെച്ചിട്ടുണ്ട്. അപ്പോൾ 51ാമത്തെ സ്റ്റേറ്റ് എന്നുള്ള റിമാർക്ക് ഒരു എക്സ്ട്രീം ലെവറേജ് ആയിട്ട് കാണാം. അത് ചെയ്യാനൊക്കെ ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ചെയ്യും എന്നുള്ള രീതിയിൽ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഡിഫിക്കൽട്ട് ആക്കും എന്നൊരു ലൈനിൽ മുമ്പ് ഡിസ്കഷൻ കൊണ്ടുപോകുമ്പോൾ ഇത് കുറച്ചൊരു ഹാർഷായിട്ടൊക്കെ തോന്നുമെന്നുണ്ടെങ്കിലും ഇത് അമേരിക്കയുടെ ഫേവറിലേക്ക് കാര്യങ്ങളെ ഷിഫ്റ്റ് ചെയ്യിക്കാൻ കഴിയുമെന്നുള്ള ഒരു ട്രംപിൻ്റെ പെർസ്പെക്റ്റീവ് ഉണ്ട്. റീസെൻ്റ്ലി മസായോഷി സണ്ണിനെ കൊണ്ട് 100 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് 200 ആക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രഷർ ചെയ്യുന്ന ഒരു വീഡിയോ കൊണ്ട്, അത് പുതിയതാണോ എന്നുള്ളത് അറിയില്ല. അവസാനമായിട്ട് ഹിസ്റ്റോറിക്കൽ നൊസ്റ്റാൾജിയ എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. പല അമേരിക്കക്കാർക്കും കനാലും മറ്റു മുൻ എക്സ്പാൻഷനുകളൊക്കെ അമേരിക്കയെ സൂപ്പർ പവർ ആക്കിയതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് കാണുന്നത്. ട്രംപ് ഈ സെൻറ്റിമെൻറ്റ്സ് റിവൈവ് ചെയ്യുന്നത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നുള്ള പുള്ളിയുടെ നരേറ്റീവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ റിയൽ ആയാലും റെട്ടോറിക്കൽ ആയാലും ഈ നീക്കങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ അധികാരത്തോടുള്ള ഒരു ഓൾഡ് സ്കൂൾ അപ്രോച്ചിൻ്റെ ഭാഗമായിട്ട് വേണം നമ്മൾ കാണാൻ. ടെറിട്ടറി ഡയറക്റ്റ്ലി ഓൺ ചെയ്യുക, അല്ലെങ്കിൽ അവരെ നമ്മുടെ ടേംസ് അനുസരിക്കാൻ വേണ്ടിയിട്ട് പ്രഷറൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗ്രീൻലാൻഡ് ആയാലും പനാമ ആയാലും കാനഡ ആയാലും ഒക്കെ നിലവിൽ അമേരിക്കയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ലൈൻ വിജയിക്കുമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അടുത്തതായി എക്സ്പാൻഷൻ പ്ലാനുകളെ നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. നമുക്ക് പനാമ കനാലിൽ തന്നെ തുടങ്ങാം. അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന 82 കിലോമീറ്റർ എഞ്ചിനീയറിംഗ് ബ്രില്യൻസ് ആണ് ഈ പനാമ കനാൽ. പതിറ്റാണ്ടുകളോളം ഇത് അമേരിക്കയുടെ ഒരു ഗ്ലോബൽ ഇൻഫ്ലുവൻസിൻ്റെ ഒരു പ്രധാന സിമ്പലായിരുന്നു. പക്ഷേ 1999 ടൊറിജോസ് കാർട്ടർ ട്രീറ്റി പ്രകാരം ഫുൾ കൺട്രോൾ അവർ പനാമയ്ക്ക് തിരിച്ചു കൊടുത്തു. ഇന്ന് പനാമയാണ് അതിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ടോൾ റേറ്റുകൾ സെറ്റ് ചെയ്യുന്നത്, എക്സ്പാൻഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, റവന്യൂ കളക്ട് ചെയ്യുന്നതൊക്കെ. കനാൽ തിരിച്ചെടുക്കുക എന്നുള്ള ട്രംപിൻ്റെ ഭീഷണിക്ക് പിന്നിൽ ഉയരുന്ന ടോളുകളും ചൈന പ്രദേശത്ത് കൂടുതൽ സ്വാധീനം നേടിയെടുക്കാനുള്ള പോസിബിലിറ്റി ഒക്കെ ആവണം. പക്ഷേ പനാമ ഇതിനെ കാണുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആംഗിളിലാണ്. അമേരിക്കൻ കൺട്രോൾ വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഏത് അറ്റംപ്റ്റും അവരുടെ പരമാധികാരത്തിന് മേലുള്ള ഒരു വയലേഷൻ ആയിട്ടാണ് അവരതിനെ കൺസിഡർ ചെയ്യുന്നത്. ഒരു നൂറ്റാണ്ടോളം ഒരു പാർഷ്യൽ ഒക്കുപ്പേഷൻ അനുഭവിച്ചിട്ടുള്ള പനാമക്കാർക്ക് കനാൽ അവരുടെ ഒരു അഭിമാനത്തിൻ്റെ സിമ്പൽ കൂടിയാണ്. അമേരിക്ക ശക്തി ഉപയോഗിച്ച് തിരിച്ചു വരാൻ ശ്രമിച്ചാൽ അത് ചരിത്രപരമായിട്ട് അവരുടെ ഇടപെടലുകളെക്കുറിച്ച് ഡിസ്ട്രസ്റ്റ് ഉള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കിടയിൽ പ്രാദേശികമായിട്ട് എതിർപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് വെറും ഒരു കനാലിൻ്റെ കൺട്രോൾ ഇഷ്യൂ മാത്രമല്ല, ഇതൊരു രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റിയുടെയും സെൽഫ് റെസ്പെക്റ്റിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ കൊളോണിയൽ പാസ്റ്റ് എന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു രാജ്യത്തിന് അവരുടെ പരമാധികാരം ചലഞ്ച് ചെയ്യുന്നത് വളരെ അപകടകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ലാറ്റിൻ അമേരിക്ക മുഴുവൻ ഇത്തരം നീക്കങ്ങളെ നിയോ കൊളോണിയലിസത്തിൻ്റെ തിരിച്ചുവരവായിട്ടൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്തേക്കാം. അപ്പോൾ പനാമ കനാൽ എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാറില്ല, ലാറ്റിൻ അമേരിക്കയുടെ മൊത്തം പ്രശ്നമായിട്ട് മാറും. അടുത്തത് കാനഡയുടെ കാര്യമാണ്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത അലൈ അല്ലെങ്കിൽ ഫ്രണ്ട്, ചിലപ്പോൾ ഫ്രെനിമി എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് കാനഡ. ഒരു സിംഗിൾ ഡേയിൽ തന്നെ ബില്യൺ കണക്കിന് ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇവരുടെ ബോർഡർ ക്രോസ് ചെയ്യുന്നുണ്ട്. അവർക്കിടയിൽ നല്ല ബന്ധമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ട്രേഡ്, ഇമിഗ്രേഷൻ ഇങ്ങനത്തെ വിഷയത്തിലൊക്കെ എപ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ട്രംപ് കാനഡയിൽ നിന്നുള്ള അലുമിനിയത്തിൻ്റെ ഒക്കെ മേലെ ഒരുപാട് താരിഫൊക്കെ ഇമ്പോസ് ചെയ്യുന്നു പറയുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ഇമിഗ്രേഷൻ പോളിസികളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴൊക്കെ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുക്കും. കാനഡയ്ക്ക് ട്രേഡ് പോളിസിയിൽ പുതുതായിട്ട് കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കാനഡയെ അവരുടെ 51ാമത്തെ സ്റ്റേറ്റ് ആക്കി മാറ്റാമെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതിനിടയിലാണ് ട്രംപ് ഫ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ട്രൂഡോ ഇത് ഉടൻ തന്നെ പബ്ലിക്കലി ഡിസ്മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതൊന്നും ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത്. പക്ഷേ കാനഡയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ത്രട്ടനിങ് ആണ്. കാരണം അമേരിക്കയുടെ മാർക്കറ്റിനെ ഹെവിലി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കാനഡ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 25% താരിഫൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ എക്കണോമിയിൽ അതെന്തായാലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇവിടെയാണ്
ട്രംപിൻ്റെ ഈ ഒരു നെഗോഷിയേഷൻ ടാക്ടിക്സ് ഉണ്ടല്ലോ, ഇത് വെറും ഷോ മാത്രമാണോ, അല്ലെങ്കിൽ റിയൽ ആയിട്ട് അവർ ഇതിൻ്റെ മേലെ എന്തെങ്കിലും ആക്ട് ചെയ്യും? അതായത് നോർത്ത് അമേരിക്കയുടെ സപ്ലൈ ചെയിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറുമോ എന്നുള്ളത്. ഇവർക്കിടയിലുള്ള ട്രേഡ് വാറിൻ്റെ ഇമ്പാക്റ്റ് എന്തായാലും വളരെ സീരിയസ് ആണ്. കനേഡിയൻ കമ്പനികൾക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും, അമേരിക്കൻ കൺസ്യൂമേഴ്സിന് പ്രൈസ് കൂടും. രണ്ട് സൈഡിലും ഇതുമൂലം ഒരുപാട് ജോലികൾ ബാധിക്കപ്പെടും. ഇത് നിലവിലുള്ള അവരുടെ സാമ്പത്തിക സഹകരണത്തെ എന്തായാലും ഡാമേജ് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ കാനഡയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് ചോയ്സ് ഒന്നുമില്ല. ഈ കാര്യത്തിൽ അമേരിക്ക അല്ലാത്തൊരു ആൾട്ടർനേറ്റീവ് കറൻറ്റ്ലി അവർക്കില്ല. അപ്പോൾ അമേരിക്കയ്ക്ക് പകരം വെക്കാൻ വേണ്ടിയിട്ട് മറ്റ് മാർക്കറ്റുകൾ ഡെവലപ്പ് ചെയ്യാനാണെങ്കിൽ അതിനൊരുപാട് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ ഈ ട്രംപിൻ്റെ പ്രഷർ ടാക്ടിക്സ് തൽക്കാലമായിട്ടെങ്കിലും അവിടെ വർക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അത് സ്റ്റേറ്റ് ഒന്നും ആക്കി മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും ആ ടാക്ടിക്സ് വർക്കാവും. പക്ഷേ ലോങ് ടേമിൽ ഇതെന്തായാലും അവരുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അടുത്തതായി ഗ്രീൻലാൻഡിൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. ഔദ്യോഗികമായി ഡെൻമാർക്കിൻ്റെ ഭാഗമാണെങ്കിലും അത്യാവശ്യം പരമാധികാരമൊക്കെയുള്ള പ്രദേശമാണ് ഗ്രീൻലാൻഡ്. പോപ്പുലേഷൻ വളരെ കുറവാണ്, ഏകദേശം 56,000 പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ ഈ ഗ്രീൻലാൻഡ് വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വിലയിരുത്തുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അത് കേട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബോധ്യമാവും. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ച് മൂലം മഞ്ഞൊക്കെ ഉരുകി പുതിയ ഷിപ്പിംഗ് റൂട്ടുകളും റിസോഴ്സ് ഡെപ്പോസിറ്റുകളൊക്കെ ഇന്ന് ആക്സസിബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. നോർത്തേൺ സീ റൂട്ട് എന്ന് വിളിക്കുന്ന ഈ പുതിയ റൂട്ട് ഇപ്പോഴത്തെ സൂയസ് കനാൽ റൂട്ടിനേക്കാളും 40% ഷോർട്ടറാണ്. രണ്ടാമത്തേത്, സ്മാർട്ട് ഫോണുകൾ മുതൽ ഫൈറ്റർ ജെറ്റ്, ഇലക്ട്രിക് വെഹിക്കിൾസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള റെയർ എർത്ത് എലമെൻറ്റുകൾ സമൃദ്ധമായിട്ട് തന്നെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് എക്സ്പേർട്ടുകൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ലോകത്ത് ഇത്തരം സംഭവങ്ങളുടെ റെയർ എർത്ത് ഡെപ്പോസിറ്റ്സിൻ്റെ 25% ഗ്രീൻലാൻഡിലാണ് എന്നുള്ളതാണ് എക്സ്പേർട്ടുകൾ പറയേണ്ടത്. മൂന്നാമത്തേത്, അമേരിക്കയുടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള മിലിറ്ററി ഔട്ട് പോസ്റ്റ് വരുന്നത് തുലെ എയർബേസ് എന്ന് പറയുന്നത് ഗ്രീൻലാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോൾഡ് വാർ കാലഘട്ടം മുതൽ റഷ്യയെ മോണിറ്റർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട മിലിറ്ററി ബേസാണ് ഈ തുലെ എയർബേസ് എന്ന് പറയുന്നത്. 2019 ട്രംപ് ഗ്രീൻലാൻഡ് വാങ്ങാൻ ഇൻട്രസ്റ്റ് കാണിച്ചപ്പോൾ ഡെൻമാർക്ക് ആ ആശയത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ രണ്ടാം വരവിൽ വീണ്ടും ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ഡെൻമാർക്ക് ഭയങ്കര ഒഫൻസീവായിട്ടാണ് കാണുന്നത്. US ഗ്രീൻലാൻഡിന് മുകളിൽ കൺട്രോൾ കിട്ടിയാൽ മിനറൽസിലേക്കും ഈ ആർട്ടിക് റീജിയനിലേക്കൊക്കെ അവർക്ക് ഡയറക്റ്റ് ആക്സസ് കിട്ടും. അപ്പോൾ ചൈനയ്ക്ക് ഗ്രീൻലാൻഡിൽ ഒരുപാട് പൊട്ടൻഷ്യൽ ഡീലുകൾ നഷ്ടപ്പെടുന്നത് അവരുടെ ഗ്ലോബൽ റിസോഴ്സ് സ്ട്രാറ്റജിക്ക് ഒരു തിരിച്ചടിയാകും. ചൈന ഓൾറെഡി ഗ്രീൻലാൻഡിൽ ഒരുപാട് മൈനിങ് പ്രൊജക്റ്റുകളിലൊക്കെ നിക്ഷേപം നടത്താൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അമേരിക്ക അവരുടെ പ്രഷർ ടാക്ടിക്സ് കാരണം പല പ്രൊജക്റ്റുകൾ അവർ ബ്ലോക്ക് ചെയ്തു. ഇവിടെയാണ് നമ്മുടെ ഇലോൺ മസ്ക് എന്ന കീ ഫിഗർ റെലവൻ്റ് ആകുന്നത്. ടെസ്ലയുടെ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ പ്രൊഡക്ഷന് റെയർ എർത്ത് മിനറൽസ് അല്ലെങ്കിൽ അതിൻ്റെ മെറ്റൽസ് ഒക്കെ വളരെ എസെൻഷ്യലാണ്. ഗ്രീൻലാൻഡിൽ മൈനിങ് നടത്താൻ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്ന് മസ്ക് റീസെൻ്റ്ലി സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അമേരിക്കയുടെ ഒരു ഗ്രീൻലാൻഡ് അംബിഷൻസിനെ ആക്ച്വലി ഡബിൾ ആക്കുകയാണ്. നാഷണൽ സെക്യൂരിറ്റി പെർസ്പെക്റ്റീവ് നിന്നും അതുപോലെ തന്നെ അവരുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് പെർസ്പെക്റ്റീവ് നിന്നും ഇത് ആക്ച്വലി അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രിക് വെഹിക്കിൾസ്, ബാറ്ററീസ്, റോക്കറ്റ് ടെക്നോളജി ഇവയ്ക്കൊക്കെ ലിഥിയം, നിക്കൽ, കൊബാൾട്ട് ഇങ്ങനത്തെ മിനറൽസ് ഒക്കെ വളരെ അത്യാവശ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ ചൈനയാണ് ഈ പ്രൊഡക്ഷൻ ലാർജ്ലി കൺട്രോൾ ചെയ്യുന്നത്. മസ്കിന് ഗ്രീൻലാൻഡിൽ നിന്നോ അല്ലെങ്കിൽ ഇനി അമേരിക്കക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റേതെങ്കിലും സോഴ്സിൽ നിന്ന് ഈ മിനറൽസ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫോറിൻ റൈവലിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട നിലവിലെ സാഹചര്യം ഒഴിവാകും. അപ്പോൾ അമേരിക്ക ഗ്രീൻലാൻഡ് സെക്യൂർ ചെയ്താൽ അത് മസ്കിനും മറ്റ് അമേരിക്കൻ ടെക് ഡിഫൻസ് കമ്പനികൾക്കൊക്കെ അത് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം സ്ട്രാറ്റജിക് റിസോഴ്സുകൾ ലോക്ക് ചെയ്യുക, കോസ്റ്റ് സ്റ്റേബിൾ ആയിട്ട് നിലനിർത്താൻ പറ്റും. ഇലക്ട്രിക് വെഹിക്കിളുകൾ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, സ്പേസ് എക്സ്പ്ലോറേഷൻ ഈ മേഖലയൊക്കെയുള്ള അവരുടെ നിലവിലുള്ള എക്സ്പാൻഷനെ ഒരുപാട് ആക്സിലറേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ മസ്ക് പബ്ലിക്കലി ഗ്രീൻലാൻഡ് വാങ്ങണം എന്നൊന്നും പറയുന്നില്ല. പക്ഷേ സിറ്റുവേഷൻ അദ്ദേഹം ഇങ്ങനെ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ട്രംപിനെ മുന്നിലിട്ട് കളിക്കാമെന്നൊക്കെ പറയൂലേ. ഈ സപ്ലൈ ചെയിൻ സെക്യൂർ ആക്കുന്നത് വഴി എന്തായാലും അവർക്ക് ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ് കിട്ടും. ഓട്ടോമാറ്റിക്കലി അത് ബില്യൺ കണക്കിന് റവന്യൂ ആയിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്യും. ടെക്നോളജിയുടെ കാര്യത്തിൽ മുൻപിലെത്താൻ ക്രിട്ടിക്കൽ മിനറൽസ് ഇല്ലാണ്ട് ഇന്ന് ഒരു കമ്പനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് ചൈന ആയാലും ശരി, ടെസ്ല ആയാലും ശരി. അപ്പോൾ ചൈനയുടെ ഈ വിഷയത്തിലുള്ള മൊണോപ്പൊളി ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ഇൻട്രസ്റ്റും നാഷണൽ ഇൻട്രസ്റ്റും ഒരേപോലെ സമ്മേളിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇത്രയും കാര്യങ്ങൾ അനലൈസ് ചെയ്തപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവും. ട്രംപിൻ്റെ എക്സ്പാൻഷൻ ഐഡിയകൾ എന്ന് പറയുന്നത് വെറും റെട്ടോറിക്കൽ മൂവ്സ് മാത്രമല്ല, ഇത് ലോകത്തിൻ്റെ തന്നെ പവർ ഡൈനാമിക്സിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫേസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ പോലുള്ള എമർജിംഗ് രാജ്യങ്ങൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെ നോക്കിക്കാണേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഫൈനൽ തോട്ട്സ് കൂടെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ ഇന്ത്യക്കാർ ഈ വിഷയത്തിൽ ഭൂമിശാസ്ത്രപരമായിട്ട് ഡയറക്റ്റ് ഇമ്പാക്റ്റിൽ വരുന്നില്ലെങ്കിലും നമ്മളും ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ്.
അമേരിക്ക, ചൈന എന്നീ സൂപ്പർ പവറുകൾ തമ്മിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ റിസോഴ്സ് റേസ് ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള ട്രേഡ് വാർ ആണെന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റുകൾ എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇന്ത്യ ആർട്ടിക് കൗൺസിലിൽ ഒബ്സർവർ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പനാമ കനാൽ ട്രേഡ് റൂട്ട് നമ്മുടെ ഗ്ലോബൽ ട്രേഡിനെയും ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. രണ്ടാമത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റ് എന്താണെന്ന് വെച്ചാൽ പ്രൈവറ്റ് പ്ലേയേഴ്സിൻ്റെ ഗ്രോയിങ് ഇൻഫ്ലുവൻസ് ആണ്. ഇപ്പോൾ ഇലോൺ മസ്കിനെ പോലെയുള്ള ടെക് ഓണ്ടർപ്രണർമാർ മിനറൽ സപ്ലൈ ചെയിന് കൺട്രോൾ ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ സ്വന്തം ടെക് സെക്ടറിനെ എന്തായാലും അഫക്റ്റ് ചെയ്യും. ഇന്ത്യക്കും ഒരുപാട് EV അംബിഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് പദ്ധതികളൊക്കെ ഇപ്പോൾ ഇങ്ങനെ അനൗൺസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഗ്ലോബൽ മിനറൽ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് ഇന്ത്യക്കും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ട്രംപിൻ്റെ ഈ അഗ്രസീവ് ആയിട്ടുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് ഈ ഗ്ലോബൽ സൗത്തിനെ അഫക്റ്റ് ചെയ്യുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. ട്രഡീഷണലി നോൺ അലൈൻഡ് മൂവ്മെൻറ്റിൻ്റെ സപ്പോർട്ടറായിട്ടുള്ള ഇന്ത്യ എങ്ങനെയാണ് ഈ പുതിയ പവർ ഡൈനാമിക്സിനെ കാണുന്നു, എങ്ങനെ ഇത് നാവിഗേറ്റ് ചെയ്യുമെന്നുള്ള ഒരുപാട് ക്രൂഷ്യൽ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വെറും ജിയോ പൊളിറ്റിക്കൽ ഡിസ്കഷൻസ് മാത്രമല്ല. കാലാവസ്ഥാ വ്യതിയാനം, റിസോഴ്സ് സ്കാഴ്സിറ്റി, സാങ്കേതിക വിദ്യകളുടെ ഡിസ്റപ്ഷൻ, ഇവയുടെയൊക്കെ കാലത്ത് ഈ ടെറിറ്റോറിയൽ കൺട്രോളിൻ്റെ മീനിങ് തന്നെ റീഡിഫൈൻ ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യ പോലുള്ള എമർജിംഗ് പവറിന് ഈ ട്രാൻസ്ഫോർമേറ്റീവ് പീരിയഡ് നല്ല ഒരുപാട് അവസരങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയേണ്ടത് വലിയ പ്ലാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണക്കാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ജനറലി എല്ലാവർക്കും ഇതൊക്കെ അറിയേണ്ടത് നല്ലതാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ലോകത്ത് വരാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ജനറൽ ഐഡിയ ഒക്കെ ഉണ്ടാക്കാമല്ലോ. ട്രംപിൻ്റെ എക്സ്പാൻഷൻ പ്ലാനുകളുടെ ഫ്യൂച്ചർ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. അദ്ദേഹം ഈ ജനുവരിയിൽ അധികാരം ഏറ്റെടുക്കുന്നതോടെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആക്ഷനായിട്ട് മാറോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയേണ്ട വിഷയമാണ്. നമ്മൾ ഇതിലില്ല എന്ന് കരുതിയിട്ട് നമ്മൾ മാറി നിൽക്കേണ്ട. സ്റ്റേ അപ്ഡേറ്റഡ്, സ്റ്റേ റെലവൻറ്റ്.